അപ്പൊ ഞങ്ങള് വെഡിങ് ഡേറ്റ് ഡിസൈഡ് ആയതും ആദ്യം ബുക്ക് ചെയ്തത് ചേട്ടന് തന്നെയാ ഫോൺ ചെയ്തിട്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ഈ ടൈം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രമല്ല വരുന്നത്, ഒരു സ്വന്തം ചേട്ടനായിട്ട് ഞാൻ കല്യാണമൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് എനിക്ക് പ്രോമിസ് തന്നേക്കുവാണ്. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ബ്രൈഡ് അപർണ ഒരു വർഷത്തിന് മുമ്പ് ഈ സീറ്റിൽ ഇരുന്നത് വേറൊരു മുഖമായിട്ടാണ്, ബ്രൈഡ് സിസ്റ്റർ ആയിട്ട്, ബ്രൈഡ് മെയ്ഡ് ആയിട്ട്. ഇന്ന് അപർണ എന്റെ ബ്രൈഡാണ്. അപ്പൊ അപർണയുടെ ചേച്ചി എന്റെ പഴയ ബ്രൈഡ്, എക്സ് ബ്രൈഡ് അഞ്ജിതയെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ഈ വീഡിയോ അങ്ങനെ നറേറ്റ് ചെയ്യാം അല്ലേ? അഞ്ജിതയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് അഞ്ജിതയുടെ ബ്രൈഡൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ അതിനൊരു പറയുമ്പോഴൊരു തെളിവാണ് അപർണ എന്റെ സീറ്റിലിരിക്കുന്നത്. അന്ന് ആക്ച്വലി എനിക്ക് എന്റെ വെഡിങ് ലുക്ക് ഇത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ പിന്നെ എന്നെ ഒരുങ്ങി കണ്ടപ്പോഴത്തേക്കും ഞാൻ അന്നെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ലൈനായിട്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, അപ്പൊ എല്ലാരെയും ഞാൻ എല്ലാവരുടെ കല്യാണത്തിനും ചേട്ടനെ തന്നെ വിളിക്കാം. അപ്പൊ ആ പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വെഡിങ് ഡേറ്റ് ഡിസൈഡ് ആയതും ആദ്യം ബുക്ക് ചെയ്തത് ചേട്ടന് തന്നെയാ ഫോൺ ചെയ്തിട്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ഈ ടൈം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രമല്ല വരുന്നത്, ഒരു സ്വന്തം ചേട്ടനായിട്ട് ഞാൻ കല്യാണമൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് എനിക്ക് പ്രോമിസ് തന്നേക്കുവാണ്. അപർണ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല നീല സാരിയൊക്കെ കൊടുത്ത് നല്ല ക്രോപ്പ് ഹെയർ ഒക്കെ. ഞാൻ അഞ്ജിത എന്റെ അടുത്ത് ചേട്ടാ അപർണയുടെ കല്യാണമായി, മുടി വളർന്നോ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ആ ഓർമ്മിക്കാൻ വേണ്ടി, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അഞ്ജിതയിലൊക്കെ, എങ്കിലും അത് ഓർക്കാൻ വേണ്ടി ഇതൊന്ന് കാണാം. ഇനി ഇതിലാരാണ് ഫസ്റ്റ്? മുടി വെട്ടിയാണ് കറക്റ്റ് ഇവിടെ ആ സമയത്ത് എല്ലാം കൊണ്ട് എവിടെയാണ്? സൺറൈസ് നമ്മളെ വീടിന്റെ അടുത്താണ്, ആ കാക്കനാട് സൺറൈസ്. അഞ്ജലി ഡോക്ടർ അല്ലേ? അപർണ സോഫ്റ്റ്വെയർ. അറിയുന്നവരെ തന്നെ നോക്കുന്നത് നല്ലത്, കുറേ കൂടി. ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്നു, അതിന്റെ ഒരു ബ്രേക്കപ്പ് ടൈമിലായിരുന്നു ചെയ്തിട്ട് കല്യാണം. അതാണ് മുടിയൊക്കെ വെട്ടിയത്. പിന്നെ അത് കല്യാണ ടോപ്പിക് വന്നപ്പോഴേ ഞാൻ പുള്ളിയോട് പറഞ്ഞു, വികാസമായിട്ട് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയത്തില്ല, എല്ലാം പെട്ടെന്ന് നടക്കുന്നത്. എത്ര മണിക്ക് മുഹൂർത്തം? 12:05. ഇത് ചേട്ടാ എന്റെ ഓർണമെന്റ്സ് ആണേ. ഇതില് കൊറേ ഉണ്ട്, ചേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് ഒരു 2 or 3 ഇട്ടാ മതി, വീട്ടുകാരെ എല്ലാം ഇടണം എന്നുള്ളൊരു കാഴ്ചപ്പാട്.
പോവാൻ നേരത്തെ ചേട്ടൻ മാവയുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു പഫ് കൊടുത്തിട്ട് എന്താ പറയാ സെറ്റ് ചെയ്യുമ്പോ അത് ഇപ്പഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു ഇത് ഓർമ്മിക്കായിട്ട് ഒരുപാട് മെമ്മറീസ്. എനിക്കും എന്റെ ഓരോ ബ്രൈഡും മെമ്മറിയാണ്. അപ്പം ഞാൻ മോളെ വീണ്ടും കാണുമ്പോ നമ്മൾ അന്നത്തെ ദിവസം ഏപ്രിൽ 16 ഡേറ്റ് വരെ ഓർമ്മയുണ്ട്. ഇതൊക്കെ അഞ്ജിതയുടെ ജ്വല്ലറിയാണ്. ഒരു വർഷം മുമ്പ് ഞങ്ങൾ തന്നെ ഇട്ടത്. പിന്നെ പെട്ടിക്കകത്ത് കയറിയിട്ട് ഇന്നാ പുറത്തിറങ്ങുന്നു. ഇതാണ് നമ്മുടെ ഇത്രയും നേരം അഞ്ജിത എന്ന് പറഞ്ഞ മിസ്റ്റർ, മുന്നിലുള്ള മിസ്റ്റർ ഡോക്ടറാണ്. ഡോക്ടർ അഖിൽ അല്ല, അഖിൽ കൊല്ലക്കാരനാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം അഖിലിന്റെ അനിയത്തിനെ നോക്കിക്കാം. അടിപൊളിയായി. And a beautiful bride. Become a beautiful bride. So ഇന്നത്തെ എന്റെ ഹാപ്പി ബ്രൈഡ് അപർണ ഇവിടെ റെഡിയാണ്. ഹായ് അപർണ, how you feel now? Great. പക്ഷെ ഐ ആക്ച്വലി ഫീൽ ലൈക്ക് വേറൊരാളെ ഫുള്ളി ടേൺ ആയതുപോലെ ഉണ്ട്. ബട്ട് ഐ ഫീലിംഗ് സോ ഹാപ്പി. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് അതെല്ലാം മാറി. ഇപ്പൊ ഐ എം സോ ഹാപ്പി. താങ്ക് യു അപർണ. അപ്പൊ അപർണയുടെ കൂടുതൽ ഫോട്ടോസ് എല്ലാം വെഡിങ് വെൽസിന്റെ കൂടെ കാണാം നമുക്ക്. താങ്ക് യു അപർണ. താങ്ക് യു. രണ്ട് പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. മൂത്ത ബ്രൈഡ് ഹാപ്പി അല്ലേ?